ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ദൈവവചനത്തിലെ ഏറ്റവും വളരെ ഗൗരവമേറിയ ഒരു ഭാഗമാണ് ന്യായാധിപന്മാർ 12-ാം അധ്യായം. ഇസ്രായേലിലെ ശത്രുക്കളായ അമ്മോന്യരെയൊക്കെയും തോൽപ്പിച്ച് നിൽക്കുന്ന യിഫ്താഹിൻ്റെ അടുത്തേക്ക് സ്വന്തം സഹോദരങ്ങളായ എഫ്രൈം ഗോത്രക്കാർ യുദ്ധത്തിനായിട്ട് വരുന്നതായിട്ടാണ് നമുക്ക് 12-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ ചരിത്രം നമ്മളോട് സംസാരിക്കുന്നത് അഹങ്കാരത്തെക്കുറിച്ചും ഭിന്നതയെക്കുറിച്ചും നാം സംസാരിക്കുന്ന വാക്കുകളുടെ വിലയെക്കുറിച്ചും ഒക്കെയാണ് ഈ അധ്യായം നമ്മളോട് സംസാരിക്കുന്നത്. യിഫ്താഹ് തൻ്റെ ജീവിതം പണയം വെച്ച് ശത്രുവിനോട് പോരാടിയപ്പോൾ എഫ്രൈമിലൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ വിജയം ലഭിച്ചപ്പോൾ അവർ പരാതിയുമായിട്ട് വന്നു, നീ എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചില്ല എന്ന് ചോദിച്ചുകൊണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതവും ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. നന്മ നടക്കുമ്പോൾ അതിൻ്റെ പങ്ക് പറ്റുവാൻ അനേകം പേർ ഓടി വരിക, എന്നാൽ ആ നന്മയ്ക്കായിട്ട് അധ്വാനിച്ചവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു സ്വഭാവം, അതായത് സഹോദരൻ്റെ വിജയത്തിൽ സന്തോഷിപ്പാൻ കഴിയാത്തതാണ് നമ്മുടെ കുടുംബങ്ങളിലെയും നമ്മുടെ സമൂഹത്തിലെയും ഏറ്റവും വലിയ ശാപം. ഈ അധ്യായത്തിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു ഭാഗം ഷിബോലേത്ത് എന്ന വാക്കാണ്, അല്ലേ? ശത്രുവിനെ തിരിച്ചറിയുവാൻ വേണ്ടി അവർ ഉപയോഗിച്ചൊരു വാക്ക്. എഫ്രൈംകാർക്ക് അത് കൃത്യമായിട്ട് ഉച്ചരിക്കുവാൻ കഴിയാത്തതുകൊണ്ട് അവർ സിബലോത്ത് എന്നാണ് പറയുന്നത്. അതായത് ഷിബലോത്ത് എന്ന് പറയുന്നതിന് പകരം സിബലോത്ത് എന്ന് പറയുന്ന, അവരെ അങ്ങനെ തെറ്റിച്ചു പറയുന്ന ആൾക്കാരെ അപ്പോൾ തന്നെ കൊന്നുകളയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഈ ഒരു അക്ഷരത്തെറ്റിൻ്റെ പേരിൽ 40,000 പേരാണ് മരിച്ചു വീഴുന്നത്. ഇത് നമ്മളോട് എന്താണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സംസാരവും നമ്മുടെ വാക്കുകളും നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് തെളിയിക്കുന്നതാണോ, അതോ ലോകത്തിൻ്റെ സിബോലോത്തുകളാണോ നമ്മുടെ നാവിലുള്ളത്? ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്. സഹോദരങ്ങൾ, നമ്മൾ ഈ അധ്യായം അവസാനിക്കുന്നത് യിഫ്താഹിന് ശേഷം വന്ന 3 ന്യായപാലകന്മാരെ കുറിച്ച്, അതായത് ഇസ്ബാൻ, ഏലോൻ, അബ്ദോൻ ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇവരുടെ ജീവിതവും വലിയ യുദ്ധങ്ങളെക്കാൾ ഉപരിയായിട്ട് കുടുംബത്തെപ്പറ്റിയും മക്കളെപ്പറ്റിയും വിവാഹത്തെപ്പറ്റിയും ഒക്കെയുള്ള കണക്കുകളാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഇന്ന് നമ്മുടെ ലോകത്ത്, ക്രൈസ്തവ ലോകത്ത്, അതായത് സഭകളിലും പള്ളികളിലും ഒക്കെ നമ്മൾ കൂടുതൽ നടക്കുന്നത് ആഭ്യന്തര കലഹങ്ങളാണ്. ശത്രുവായി പിശാചിനോട് പോരാടുന്നതിന് പകരമായിട്ട് അപ്രസക്തമായ കാര്യങ്ങൾക്ക്, അതായത് സ്ഥാനമാനങ്ങൾക്കും സഭയുടെ സ്വത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നാം നമ്മുടെ സഹോദരങ്ങളെ വേദനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ നാവിന് നിയന്ത്രണമില്ലാതെ യിഫ്താഹിൻ്റെ കാലത്ത് ഒരു വാക്ക് തെറ്റിച്ചപ്പോൾ ജീവൻ പോയെങ്കിൽ ഇന്ന് നമ്മുടെ ഒരു വാക്കുകൊണ്ട് മറ്റൊരാളുടെ സൽപ്പേരോ അല്ലെങ്കിൽ അവരുടെ ജീവിതമോ ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സോഷ്യൽ മീഡിയ ആയാലും പറ്റും, അല്ല നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ നമ്മുടെ വാക്കുകളുടെ ശരം തുടുക്കുമ്പോൾ നമ്മളൊന്ന് ഓർക്കണം, നാം കൊല്ലുന്നത് നമ്മുടെ തന്നെ സഹോദരങ്ങളെയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെയാണെന്ന്. ഞാനാണ് വലിയവന്, അല്ലെങ്കിൽ എന്നെ അറിയിച്ചില്ല എന്നൊക്കെയുള്ള ആ എഫ്രൈംകാരുടെ ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആത്മീയതകളെ തകർക്കുന്ന ചിന്തകളാണ്. അതായത് ഞാനാണ് വലിയവന്, എന്നെ അറിയിച്ചില്ലല്ലോ, ഞാനെന്താ ചെല്ലുന്നത്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ബോധം നമ്മുടെ കുടുംബജീവിതങ്ങളിലാണെങ്കിലും നമ്മുടെ സമൂഹ ജീവിതത്തിലാണെങ്കിലും നമ്മളെ മറ്റുള്ളവരുമായിട്ട് അകറ്റുന്നതും മറ്റുള്ളവരുമായി പൊരുതുന്നതും മറ്റുള്ളവരുമായിട്ട് നമ്മൾ ആകുവാനൊക്കെയുള്ള ഒരു ചിന്തകളും വാക്കുകളുമാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നു, അതായത് സിബോലത്തുകളാവരുത്, മറിച്ച് ക്രിസ്തുവിൻ്റെ ആ സ്നേഹം നിറയുന്ന ശിബോലത്തായിട്ട് ആയിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം.
സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ അങ്ങയുടെ വചനത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇഫ്താഹിനെയും എഫ്രൈമിനെയും ചരിത്രം ഞങ്ങൾക്കൊരു താക്കീതാണല്ലോ അപ്പാ. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ നീക്കണമേ. സഹോദരങ്ങളുമായിട്ട് ഐക്യതയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ കൊല്ലുന്നതാകാതെ ജീവിപ്പിക്കുന്നതാക്കി മാറ്റണമേ. സഭയിലും കുടുംബത്തിലും സമാധാനത്തിൻ്റെ വക്താക്കളാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.